എന്തുകൊണ്ടാണ് ഈ ക്യാൻസർ എനിക്ക് വന്നത് എന്നുള്ളൊരു ചോദ്യം. അവരുടെ ചോദ്യത്തിൻ്റെ ഇൻറ്റൻഷൻ ഇതാണ്. ഞാൻ പുകവലിക്കാറില്ല, മദ്യം കഴിക്കാറില്ല, പൊതുവെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എന്നിട്ട് എന്തുകൊണ്ട് എനിക്കിത് വന്നു? എപ്പോഴാണ് ഈ കോശങ്ങൾ ഇങ്ങനെ അനിയന്ത്രിതമായിട്ടുള്ള വളർച്ചയിലേക്കും ഒരു അൺകൺട്രോളബിൾ ലെവലിലേക്കൊക്കെ പോകുന്നതെന്ന് അറിയും. അതായത് ചില ജനറ്റിക് മ്യൂട്ടേഷൻസ് ഉണ്ടാകുമ്പോൾ, പിന്നെ ക്രോണിക് ആയിട്ടുള്ള ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്, നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലേക്കുള്ള ഡാമേജുകൾ ഇങ്ങനെ കൂടി വരാം, ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒക്കെ ഉണ്ടാകുമ്പോഴും, അതുപോലെ ഈ ക്രോണിക് ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ്, നമ്മൾ ഈ നീരിവീക്കം എന്നൊക്കെ മലയാളത്തിൽ പറയാം, കുറേ കാലമായിട്ടുള്ള അൾസറുകൾ, പുകവലി വഴി അല്ലെങ്കിൽ മദ്യപാനം, നമ്മുടെ ഒബീസിറ്റി, അമിതവണ്ണം, സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല്, പിന്നെ UV റേഡിയേഷൻ, അൾട്രാവയലറ്റ് റേഡിയേഷൻസ്, മുമ്പ് സ്മോക്കിംഗ് വഴി ഉണ്ടായിരുന്ന ലങ് ക്യാൻസറിനേക്കാൾ കൂടുതലാണ് നമ്മുടെ പൊല്യൂട്ടഡ് എയർ വഴി ഉണ്ടാകുന്ന ലങ് ക്യാൻസറുകൾ എന്നുള്ള ചില പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പല ഇൻഫെക്ഷൻസ്, അതിൽ വൈറസ് ഇൻഫെക്ഷൻസ് ലൈക്ക് HPV, HIV, ഹെപ്പറ്റൈറ്റിസ് B, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കോശങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിനെ പിന്നീട് ക്യാൻസർ ആക്കാനും കഴിയുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ ഈ ജനറ്റിക് മ്യൂട്ടേഷൻസ്, ചില ഹെറിഡിറ്ററി ക്യാൻസർ സിൻഡ്രോം, BRCA1, BRCA2 അല്ലെങ്കിൽ ലിഞ്ച് സിൻഡ്രോം, അങ്ങനെ കുറേ ക്യാൻസറുകളുണ്ട്. ഇതൊക്കെയാണ് ഈ ക്യാൻസറിൻ്റെ കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരാൾ പുകവലിക്കാത്തത് കൊണ്ട് മാത്രം അയാൾ ക്യാൻസറിൽ നിന്ന് മുക്തി നേടുന്നില്ല.